നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. ആദ്യം പ്രധാന വാർത്തകൾ. വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാം ഷട്ടറുകൾ തുറന്നു. പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ ട്രെയിലർ ലോറി മറിഞ്ഞത് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് പാലപ്പള്ളി പിള്ളത്തോട് പാലത്തിനോട് ചേർന്ന് റോഡ് ക്രോസ് ചെയ്ത് നിരവധി കാട്ടാനകൾ. തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത കോടതി ഇടപെട്ടിട്ടും കുഴികൾ അടയ്ക്കാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയും. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പരാതി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് യുവാവ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. വാർത്തകൾ വിശദമായി അറിയാം. വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാം ഷട്ടറുകൾ തുറന്നു. വൃഷ്ടി പ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ചിമ്മിനി ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകൾ 3.52 ഘനമീറ്ററാണ് തുറന്നത്. രാവിലെ 10:30 ഷട്ടറുകൾ തുറന്നത്. കനത്ത മഴയിൽ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ഒന്നിച്ച് വെള്ളം തുറന്നുവിടുന്ന സാഹചര്യം ഒഴിവാക്കാനാണ് പ്രധാന ഷട്ടറുകൾ തുറക്കാൻ തീരുമാനിച്ചത്. ജലനിരപ്പ് നേരിയ തോതിൽ ഉയരുമെന്നതിനാൽ കുറുമാലി, കരുവന്നൂർ പുഴകളുടെ തീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ ട്രെയിലർ ലോറി മറിഞ്ഞത് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സർവീസ് റോഡിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു ലോറിയിലേക്കാണ് അപകടത്തിൽപ്പെട്ട ലോറി മറിഞ്ഞത്. ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിലേക്ക് ലോറി ഇറക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ദേശീയപാതയുടെയും സർവീസ് റോഡിന്റെയും ഉയര വ്യത്യാസമാണ് അപകട കാരണം. രാത്രിയായതിനാൽ വെളിച്ചക്കുറവ് മൂലം സർവീസ് റോഡിന്റെ ഉയര വ്യത്യാസം തിരിച്ചറിയാൻ ആകാത്തതാണ് അപകട കാരണം. കാറുകളോ മറ്റോ പാർക്ക് ചെയ്തിരുന്ന സമയമായിരുന്നുവെങ്കിൽ വലിയ ദുരന്തമായേനെ. പുതുക്കാട് പലയിടത്തും ദേശീയപാതയും സർവീസ് റോഡിന്റെ വശങ്ങളും തമ്മിൽ ഉയര വ്യത്യാസമുണ്ട്. പലതവണ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് പാലപ്പള്ളി പിള്ളത്തോട് പാലത്തിനോട് ചേർന്ന് റോഡ് ക്രോസ് ചെയ്ത് നിരവധി കാട്ടാനകൾ. ഇന്ന് രാവിലെ സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്താണ് പിള്ളത്തോട് പാലത്തിനോട് ചേർന്ന് കാട്ടാനക്കൂട്ടം ഭീതി പരത്തിയത്. കണ്ണാറ്റുപാടം സ്കൂൾ, വേലുപ്പാടം കോൺവെന്റ് സ്കൂൾ, വേലുപ്പാടം ഹൈസ്കൂൾ എന്നീ സ്കൂളിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഏറെ നേരം തടസ്സപ്പെട്ടത്. 2 കൂട്ടമായി തിരിഞ്ഞാണ് ആനക്കൂട്ടങ്ങൾ റോഡ് ക്രോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഏറെ നേരം യാത്രക്കാരും സ്കൂൾ കുട്ടികളും വാഹനങ്ങളും മുന്നോട്ട് നീങ്ങാനാകാതെ നിൽക്കേണ്ടി വന്നു. 6ഓളം ആനകൾ കഴിഞ്ഞ ആഴ്ച മുതൽ മേഖലയിലുണ്ട്. ഇന്നലെ പുതിയ ആനകളും കൂട്ടമായി എത്തിയിട്ടുണ്ട്. കാട്ടാനക്കൂട്ടങ്ങളെ കാട്ടിലേക്ക് എത്തിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും എത്രയും വേഗം ട്രഞ്ച് എടുത്ത് മലയോര തോട്ടം മേഖലകളെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും മലയോര സംരക്ഷണ സമിതിക്ക് വേണ്ടി പ്രസിഡന്റ് EA ഓമന ആവശ്യപ്പെട്ടു. തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത കോടതി ഇടപെട്ടിട്ടും കുഴികൾ അടയ്ക്കാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയും. സുപ്രീം കോടതി ഇടപെട്ടിട്ടും തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയും. ഇന്നും വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. റോഡിൽ അപകടങ്ങൾ പതിവാവുകയാണ്. ഏറെയും ഇരുചക്രവാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. അതേസമയം കോറി വെസ്റ്റ് റോഡിൽ കൊണ്ടുവന്നിട്ട് കുഴികൾ അടയ്ക്കാനുള്ള താൽക്കാലിക ശ്രമം മാത്രമാണ് കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. ഗതാഗതക്കുരുക്ക് കാരണം ടോൾ പിരിവടക്കം 4 ആഴ്ചത്തേക്ക് തടഞ്ഞിട്ടും പരിഹാരമായില്ല. റോഡ് നന്നാക്കൂ എന്നിട്ടാകാം ടോൾ പിരിവ് എന്നായിരുന്നു ഹൈക്കോടതി നിലപാട്. ഇന്നലെ ഹൈക്കോടതി ഉത്തരവിനെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും രൂക്ഷ വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പാലിയേക്കരയിലെ വാഹനത്തിരക്കില്ലാത്ത ചിത്രം കാണിച്ച ദേശീയപാത അതോറിറ്റിയോട് ഇത് വന്യജീവി ഫോട്ടോഗ്രാഫറെ കൊണ്ട് എടുപ്പിച്ചതാണോ എന്നാണ് കോടതി ചോദിച്ചത്. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പരാതി.
ഇത് സംബന്ധിച്ച് ചികിത്സയിൽ കഴിയുന്ന രോഗിയുടെ മകൻ DMOയ്ക്ക് പരാതി നൽകി. ചുവന്ന മണ്ണ് മേലെച്ചിറ സ്വദേശി മേക്കര വീട്ടിൽ വിനോദ്കുമാറാണ് DMOയ്ക്ക് പരാതി നൽകിയത്. ഇരുകാലുകളും തളർന്ന പിതാവ് കുഞ്ഞുമോനെ സോഡിയം കുറഞ്ഞതിനാൽ ഈ മാസം 13-ാം തീയതിയാണ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ദീർഘനാളായി തളർന്നു കിടപ്പിലായതോടെ രൂപപ്പെട്ട വ്രണം വൃത്തിയാക്കാൻ മരുന്നും പഞ്ഞിയും പുറമേ നിന്നും വാങ്ങിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ചികിത്സ നിഷേധിക്കുന്നതായി വിനോദ്കുമാർ പരാതിപ്പെട്ടു. ആദ്യം ചികിത്സ നിഷേധിച്ചപ്പോൾ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്ത് ഇടപെട്ടാണ് ചികിത്സ ലഭ്യമാക്കിയത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് യുവാവ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. കൈവിരലുകൾക്ക് മാരകമായ മുറിവുണ്ടായിട്ടും വിദഗ്ധ ചികിത്സ നിർദ്ദേശിച്ചില്ലെന്നാരോപിച്ചാണ് വെള്ളിക്കുളങ്ങര കോടാലി സ്വദേശി ചക്കാലിക്കൽ ബാബു പരാതിയുമായി എത്തിയത്. മരമുറി ജോലിക്കാരനായ ബാബുവിന് കഴിഞ്ഞ ജൂലൈ 22-നാണ് പരിക്കേറ്റത്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെത്തിയ ഇയാളുടെ വിരലുകളിൽ പ്ലാസ്റ്റർ ഇട്ടെന്നും 7 ദിവസം കഴിഞ്ഞ് വീണ്ടും പരിശോധനയ്ക്കെത്തണമെന്നും നിർദ്ദേശിച്ചു എന്ന് പറയുന്നു. എന്നാൽ വേദന കൂടിക്കൊണ്ടേയിരുന്നു. പിന്നീടും ഇതുതന്നെ ആവർത്തിച്ചപ്പോൾ മറ്റൊരു ആശുപത്രിയിൽ പോയ ഇയാളോട് ശസ്ത്രക്രിയ ആവശ്യമുണ്ടെന്ന് ഡോക്ടർ പറയുകയായിരുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 40 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9235 രൂപ, പവന് 73,880 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാം ഷട്ടറുകൾ തുറന്നു. പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിൽ ട്രെയിലർ ലോറി മറിഞ്ഞത് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് പാലപ്പള്ളി പിള്ളത്തോട് പാലത്തിനോട് ചേർന്ന് റോഡ് ക്രോസ് ചെയ്ത് നിരവധി കാട്ടാനകൾ. തൃശൂർ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത കോടതി ഇടപെട്ടിട്ടും കുഴികൾ അടയ്ക്കാതെ നാഷണൽ ഹൈവേ അതോറിറ്റിയും കരാർ കമ്പനിയും. തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്ന് പരാതി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് യുവാവ് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനഃസംപ്രേഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.